ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടിയുടെ സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സെൽഫ് സ്റ്റാർട്ട് ആവണ്ടായില്ല. ഇപ്പോൾ ബാറ്ററിയൊക്കെ മാറ്റി പുതിയത് വെച്ചേർന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഈ ബെൻഡെക്സ് യൂണിറ്റാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അതിൻ്റെ ലോക്കൊക്കെ പോയിട്ട് ഫുള്ള് പീസായിട്ട് കിടക്കണം. വഴിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് ഊരി ഈ കണ്ടീഷനിൽ പോകുന്നത് മൊത്തത്തിൽ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അത് ക്ലിയർ ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറുത്ത കളറിലേക്ക് ആയിട്ടുണ്ട്. ഇതുണ്ടോ, കാർബൺ ഓയിലിൽ കാണുന്നുണ്ട്. ശരിക്കും ഇത് ഓയിൽ ചേഞ്ച് വരാൻ നമുക്ക് 100% കളർ നോക്കി പറയാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു 3000 കിലോമീറ്ററാണ് ശരിക്കും ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് പറയുന്നത്. ഏകദേശം 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്കത് മാറ്റണമായിരിക്കും നല്ലത്. കറക്റ്റ് 3000 ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലാണെങ്കിൽ ഓയിൽ കളർ ചേഞ്ച് ഇതേപോലെ കാർബണിൻ്റെ പ്രശ്നം വരില്ല. അതപ്പോൾ ടൈമിങ്ങൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മാറുന്ന കിലോമീറ്ററൊക്കെ ഒന്ന് കറക്റ്റ് നോക്കാം. ഇതിനകത്ത് നോക്കുമ്പോഴും കാർബൺ കണ്ടൻറ്റ് ഉണ്ടോ, അത്യാവശ്യം ഉണ്ട്. അതിനകത്ത് പിടിക്കുന്നുണ്ട്, ആ പേപ്പറിൽ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണത് നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ ഓയിൽ ചേഞ്ച് ഇപ്പോൾ കിലോമീറ്റർ 3000 ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റണതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതനുസരിച്ചിട്ട് ഏകദേശം എത്ര വരും എന്നുള്ളത് ദിവസം നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് പറയാം. ഓക്കെ.